നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു ചെറിയ റീഡിങ്. ആക്ച്വലി ഇന്നൊരു പുതിയ ഡെക്ക് ഞാനിവിടെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കാം. നിങ്ങൾക്ക് പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് വരുന്ന മെസ്സേജസ്. ഓക്കെ, ഈ ഡെക്ക് യൂസ് ചെയ്ത് ഞാൻ നോക്കാൻ പോവാണ്. പുതിയ ഡെക്കാണ്. ലെറ്റ്സ് സീ. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ്. റിയൂണിയൻ, ഫൗണ്ടേഷൻ, wish, beautiful. ഐ തിങ്ക് നിങ്ങളിപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾ സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, നോ കോണ്ടാക്ട് ആയിരിക്കാം. ടോട്ടലി എന്താ പറയുക, ബ്രേക്കപ്പ് സെപ്പറേഷൻ എന്നാണ് ഞാൻ എടുക്കുന്നില്ല. ഒരു അകൽച്ച ഉണ്ടാവാം എല്ലാവർക്കും. കുറച്ച് പേർക്ക് സെപ്പറേഷൻ ആയിരിക്കും, കുറച്ച് പേർക്ക് ജസ്റ്റ് അകൽച്ചയായിരിക്കാം. പേഴ്സൺ അധികം സംസാരിക്കാതെയോ മാറി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. ബട്ട് ഇവിടെ പേഴ്സൺ ഫീലിങ്സിൽ അവർ റിയൂണിയൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളുമായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ വേണം, നിങ്ങളുടെ കൂടെ വേണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. വളരെ സ്നേഹത്തോടെ എനിക്ക് ആ ഒരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു. വീണ്ടും നിങ്ങൾ തമ്മിൽ അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ്. ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കും. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വീട് അല്ലെ, ഒരു ഫാമിലി എന്ന രീതിക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഒരു എന്താ പറയുക, ഒരു മാരേജ് ചെയ്ത് വയസ്സാകുന്നവരെ അങ്ങനെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മാരേജ് പോസിബിൾ അല്ലാത്തവർക്കായാലും ആ സ്നേഹത്തോടെ ഒരു ബന്ധം നിലനിർത്തുക എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ അവരൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുമായിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി, പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. ഓക്കെ, വയസ്സാകുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അതുവരെ നമ്മൾ ഒന്നിച്ച് വേണം എന്ന രീതിക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിഷാണ്. ഓക്കെ, വാവ്, ലൈക്ക് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ, ബി മൈൻ ഓൺലി. അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അവരുള്ളിൽ. ഓക്കെ, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം. അവരുടെ ഡേ തുടങ്ങുന്നത് തന്നെ, അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ സ്മൈൽ എന്നാണെന്നാണ് പറയുന്നത്. സോ ബി മൈൻ എന്നാണ് പറയുന്നത്. അവരുടെ ആയിട്ട് നിൽക്കൂ എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ഫീലിങ്സിൽ വരുന്നത് ഇപ്പോൾ. ഓക്കെ, പക്ഷേ സിറ്റുവേഷനിൽ ഐ തിങ്ക് ഇവിടെ ഒരു ചെറിയൊരു നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സെപ്പറേഷൻ ഉണ്ടാവാം. ബട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഓക്കെ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, സോറി, അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് കൂടുതൽ ഈ സിറ്റുവേഷനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാർഡ്സ്. ക്വസ്റ്റ്യൻ, സപ്പോർട്ട്, സെൽഫ് ഹീലിംഗ്. ഇവിടെ ഒരു ഐ തിങ്ക് നല്ലൊരു സെപ്പറേഷൻ വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ കാണുന്നതിൽ മെജോറിറ്റി അല്ല, ഓക്കെ, മേ ബി കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ടോട്ടലി വിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു എൻഡ് ആയി എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് എന്ന്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തെന്ന് പറയുന്നതല്ല ഇത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാഗത്താണ്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് എന്ന്. അപ്പം നിങ്ങളുടെ പേഴ്സൺ എവിടെയോ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്. സപ്പോർട്ട്, ഐ എം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽട്ട് ടൈം. ഐ തിങ്ക് നിങ്ങൾ അവരുടെ കൂടെ ഒരുപാട് നിന്നിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അവരെ കൂടെ നിന്നിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. സെൽഫ് ഹീലിംഗ്, ഐ അഡ്ജസ്റ്റഡ് എ ലോട്ട്, നോ മോർ. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന മെസ്സേജ് എനിക്ക് ലൈക്ക് നിങ്ങളിപ്പോൾ സെൽഫ് ഹീൽ ആവാൻ തുടങ്ങി. നിങ്ങളായിരിക്കാം ചിലപ്പോൾ വിട്ട് മാറിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിട്ട് പോയാലും ശരി. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം നിങ്ങളിവിടെ ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാലം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി വയ്യ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ സമാധാനം ചൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഇതാണ് കാണുന്നത് എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പലതരത്തിലും കോൺടാക്ട് ചെയ്യാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർ നിങ്ങളെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മേലെ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, കൺഫ്യൂഷൻ. അഗൈൻ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് മെയിനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ഇല്ല, പേഴ്സണെ നിങ്ങളെയും ട്രസ്റ്റ് ഇല്ല. രണ്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവാം പേഴ്സണിനോട്, ദറ്റ് അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ അവരോട് പറഞ്ഞു കാണാം. കാരണം പേഴ്സൺ ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. ഐ ലവ് യുവർ വോയിസ്, ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ബട്ട് മേ ബി ഇവിടെ കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഐ എം ഇൻ ഡിലെമ്മ വെദർ ഇറ്റ്സ് യെസ് ഓർ നോ. ഓക്കെ, അപ്പോൾ അവർക്ക് ശരിക്കും ഇതൊരു നിങ്ങളുമായിട്ട് ഞാനത് പറയുമ്പോൾ എനിക്കറിയാം അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്നുള്ള മട്ടിൽ. പക്ഷേ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള
കൺഫ്യൂഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, അവർക്ക് വേണം, യെസ്, ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് യെസ്, അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല, അത്രയും പറ്റുന്നില്ല. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു. അതിപ്പോൾ തേർഡ് പാർട്ടിയുടെ ഇവിടെ ഡൗട്ട് വന്നു എന്നാണ് പറയുന്നത്. പരസ്പരം നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പേഴ്സണെ ഡൗട്ട് ചെയ്യുന്നുണ്ടാവാം. അവരെന്തെങ്കിലും ചെയ്തിട്ടായിരിക്കില്ലേ, അതൊന്നും വരില്ലല്ലോ. ഓക്കെ, ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട് നിങ്ങളുടെ. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഇവിടെ മേ ബി കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും തുറന്ന് പറയുന്നില്ല, അല്ലേ? മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, കൺഫ്യൂഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ കൊണ്ട് എന്താണ്, ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും അതിനെ ഹോൾഡ് ബാക്ക് ചെയ്യും. ഓക്കെ, അതിന് എന്താ പറയുക, എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കണം, വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് അത് വീണ്ടും അവർ മിണ്ടാതിരിക്കും, സൈലൻ്റ് ആവും. സോ അത് വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. സോ ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആണ് സിറ്റുവേഷൻ. ക്ലിയർ മൈൻഡ്, ഫാമിലി. ഓക്കെ, എന്താണ് റീസൺ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഇസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അഗെയിൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്, മിസ്ട്രസ്റ്റ് വരുന്നുണ്ട്. അതായത് ട്രസ്റ്റ് ഇല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു എന്ന രീതിക്കൊക്കെ. അതിൽ പക്ഷേ നിങ്ങളെ കുറ്റം പറയാനില്ല. ഓക്കെ, കാരണം പേഴ്സൻ്റെ ഭാഗത്തിന് എന്തോ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഐ തിങ്ക് ഇപ്പം നിങ്ങളത് മതിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ, പേഴ്സൺ പറയുന്നത് നമ്മൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അത് ക്ലിയർ ആക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അത് തുറന്ന് പറയുന്നില്ല. ഓക്കെ, ഐ എം ബിസി വിത്ത് അതർ റെസ്പോൺസിബിലിറ്റീസ്, യു നീഡ് ടു ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി ആണ്. ഓക്കെ, തേർഡ് പാർട്ടി അതിപ്പോൾ അവരുടെ ഫാമിലി, പാരൻസ് ആവാം. ഓക്കെ, നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റ് വേറെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതാണ്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പേഴ്സൺ മാരീഡ് ആണ്. ആൻഡ് അവർ പറയുന്നത് ഞാൻ ഫാമിലിയിൽ ബിസിയാണ്, എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട്, എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് കടമകളുണ്ട്, ഞാനത് ചെയ്തേ പറ്റൂ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കാണും, പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അല്ലേ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും, ഒബ്വിയസ്ലി. ഓക്കെ, അട്രാക്ഷൻ കാണുന്നുണ്ട്. ഐ എം ഫാസിനേറ്റഡ് വിത്ത് യു ബ്യൂട്ടി ബട്ട് നോട്ട് സീരിയസ്. ഓക്കെ, കുറച്ച് പേർക്ക്, ഇത് വളരെ ചുരുക്കം പേർക്കായിരിക്കും, എല്ലാവർക്കും അല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വെറും ഒരു അട്രാക്ഷൻ ആണ് എന്നുള്ളത് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, ഇത് വെരി വെരി ലെസ് പീപ്പിൾ ആയിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കൂടുതലും അട്രാക്ഷൻ ബേസ്ഡ് ഇഷ്ടമാണ്, അല്ലാതെ ഒരു ഡീപ്പ് സോൾ കണക്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല കുറച്ച് പേർക്ക്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് ക്ലിയർ ആവുകയും ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ വെറും ആ ഒരു ഫിസിക്കലി അങ്ങനത്തെ മാത്രമാണ് എന്നൊക്കെ വരുമ്പോൾ, അല്ലാത്ത സമയത്തൊന്നും അവർ നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, പ്ലീസ് ബി കെയർഫുൾ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബാക്കി കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആണ്, വേറെ മാരീഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ ഫാമിലി തടസ്സങ്ങളുണ്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ബട്ട് അവർ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണിപ്പോൾ. നിങ്ങൾക്ക് ആ ഫുൾ ടൈമോ നിങ്ങൾക്ക് ആ ഫുൾ അറ്റൻഷനോ തരാൻ പറ്റുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം ഞാൻ ഫ്യൂച്ചർ പോലെ ഒന്ന് ചോദിക്കാം. അതായത് ഇതിൽ പേഴ്സണിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാം? ലോയൽറ്റി, വെരി നൈസ്. സോൾ, വാവ്. അപ്പോളജി. ഓക്കെ, ഞാൻ നിർത്താണ്, മതി, കൂടുതൽ വേണ്ട, നമ്മൾ ഒരുപാട്. പ്രഷ്യസ്, ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് എന്നാണ് പറയുന്നത്. നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് അവർ കാണുന്നത്. അത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്ന കാർഡ്സും അത് തന്നെയായിരുന്നു. ഓക്കെ, അവർ നിങ്ങളെ അത്രയും അവരുടെ ലൈഫിൽ അമൂല്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് പറഞ്ഞത് ഒഴിവാക്കി വിട്ടേക്കാം, അവരെ അല്ലാതെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ലോയൽറ്റി എന്ന് കാണുന്നുണ്ട്. ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ്, ജസ്റ്റ് ബി ട്രൂ. അവർ പറയുന്നത് മാത്രമല്ല, അവർ നിങ്ങളോട് ലോയലാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് മനസ്സുകൊണ്ട്, നമ്മൾ പറയില്ലേ ഇമോഷൻസ് കൊണ്ട്, മനസ്സുകൊണ്ട് അവർ ശരിക്കും നിങ്ങളോട് ലോയലാണ്. പിന്നെ സാഹചര്യം, സിറ്റുവേഷൻ കൊണ്ട് ചിലവർക്ക് പറ്റാത്തതാണ്. ഓക്കെ, സോൾ കണക്ഷൻ. ഓക്കെ, നോ എക്സ്പെക്റ്റേഷൻ ആൻഡ് പ്യുവർലി ലവ്സ് യു എന്നാണ് പറയുന്നത്. നിങ്ങളോട് അത്രയും അവർക്ക് സ്നേഹം തന്നെയാണ്. അവർക്ക് പക്ഷേ ഈ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ചിലവർ. സോ അത് നിങ്ങൾ തമ്മിലുള്ള ആ ഡീപ്പ് സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ അപ്പോളജി കാണുന്നുണ്ട്. ഗിവ് മീ വൺ ലാസ്റ്റ് ചാൻസ്, ഐ വോണ്ട് ടു സോർട്ട് ഇറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ട്.
നിങ്ങളുടെ പേഴ്സൺ പറയുന്ന സോറി പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ട്രസ്റ്റ് നിങ്ങളുടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അവസരം അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കിട്ടിയ കാർഡ്സ് തന്നെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ അവരെ ഒരു മെയിൻ എനർജി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നു, ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നു, ആൻഡ് ഒരു വിഷാണ് നിങ്ങളുടെ എന്ന രീതിയിൽ, നിങ്ങൾ അവരുടെ വിഷാണ് എന്ന രീതിയിൽ. ഓക്കെ, സോ അവർ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ, ഇല്ല എന്നല്ല. ഓക്കെ, തടസ്സങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്നത് ഇതിവിടെ നമ്മൾ നോക്കുന്നത് ഡീപ്ലി ഓക്കെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു അവർ നിങ്ങളോട് തന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ ആരും അവരുടെ ലൈഫിൽ ഈ ഒരു നിങ്ങളുടെ ആ ഒരു ലെവലിൽ ആരും ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.